നമ്മുടെ ട്രയൽ അടിഞ്ഞ മലയാളി ഇൻ വിശാഖിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കുറച്ചല്ല ഒരു മീഡിയം സൈസ് മീൻ നമ്മളൊന്ന് ഗ്രില്ല് ചെയ്യുകയാണ്. അപ്പോൾ ഡയറക്റ്റ് ഗ്രില്ല് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് മീനിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് പുതിന, അതായത് വീട്ടിലുണ്ടായത് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ മീൻ, അപ്പോൾ ഇത് സാധാരണ കിട്ടുന്ന ഒരു മീനാണ്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അങ്ങനെ അറിയില്ല. ഇവിടെ സർവ്വസാധാരണമായി ആന്ധ്രയിൽ കിട്ടുന്ന മീനാണ്. അത് നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചതാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് ലൈൻസും കാര്യങ്ങളും ഇടുന്നുണ്ട്. അതിൻ്റെ മസാല ഒന്ന് പെട്ടെന്നൊന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മസാല മീൻസ് മല്ലിപ്പൊടി. അതിനുശേഷം നമ്മൾ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്, ഒരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അപ്പോൾ അത് നമ്മൾ റെഡിമെയ്ഡ് പേസ്റ്റാണ് വാങ്ങിയിട്ടത്. പിന്നെ കുറച്ചുകൂടി കളർ കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ മസാല കുഴച്ചെടുക്കുകയാണ്. നല്ല ഏകദേശം ഒരു പരുവായ രീതിയിലായതിന് ശേഷം നമ്മൾ മസാല നേരെ ഫിഷിലേക്ക് അവിടെ തേച്ച് പിടിപ്പിക്കുക. പിന്നെയാണ് നമ്മളൊരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മളൊരു കാര്യം മറന്നു പോയിരുന്നു, കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടുണ്ട് ഒരു ഫ്ലേവറും കാര്യങ്ങളിലും. പിന്നെ ഒരു കാര്യം കൂടി വിട്ടുപോയത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്നും കൂടി കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മീനിൽ മൊത്തമായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. മീൻ മൊത്തം നല്ല ഉഷാറാക്കി തേക്കണം. നമ്മൾ ഈ വരഞ്ഞ ഭാഗത്തൊക്കെ നല്ലപോലെ മസാല കയറണം. കാരണം ഇതിൻ്റെ സ്കിന്ന് ഭയങ്കര ഉറപ്പുള്ളൊരു സ്കിന്നാണ്. അപ്പം നമ്മൾ ഈ വരഞ്ഞ ഭാഗത്തൂടെ ഇനിയും ഇതിൻ്റെ മസാല കയറുള്ളൂ. അതിനുശേഷം നമ്മൾ കുറച്ച് നേരത്തെ മുറിച്ച് വെച്ച പുതിന നമ്മൾ അതിൻ്റെ വയറിലും കുറച്ച് വായലും എല്ലാ സ്ഥലത്തും ഒന്ന് കുത്തി ചീരുന്നുണ്ട്. വേറെ ഒന്നിനുമല്ല, നമ്മൾ ആ ഫ്ലേവറും കാര്യങ്ങളും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനു മുമ്പ് നമ്മൾ മല്ലിച്ചെപ്പും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ആകെ ഈ പുതിന മാത്രമേ വെക്കുന്നുള്ളൂ. ഇത് നമ്മളെ വീട്ടിലുണ്ടായ ഐറ്റമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു ടേസ്റ്റും വേറെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ കുറച്ച് വായിലും കുത്തി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മീൻ മൊത്തത്തിൽ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ OTGയിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ OTGൻ്റെ ട്രേയിലേക്ക് വെച്ചതിന് ശേഷം നേരെ നമ്മൾ ടൈം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. നോർമലി ഒരു 45 മിനിറ്റ് 35 മിനിറ്റൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്യാറുണ്ട്. ഒരു 10-20 മിനിറ്റ്, ഒരു മിനിറ്റ് ഒരു ഭാഗം ഒന്ന് ഉഷാറായതിന് ശേഷം നേരെ തിരിച്ചിട്ടിട്ട് അടുത്ത ഭാഗമാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് നോക്കാം, കാത്തിരിക്കാം. ഏകദേശം ഞാൻ സമയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ഫിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ജ്യൂസി പോലെ ആയിട്ടുണ്ട്. കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ. എന്നാൽ നമ്മൾ സംഗതി അടിപൊളി തന്നെയാണ്. ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആ ഫിഷിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ടൊരു ടേസ്റ്റ് ഇല്ല. പക്ഷെ ഭയങ്കര സോഫ്റ്റാണ്. ഇതിൻ്റെ ജ്യൂസ് ഉണ്ട്. നമ്മുടെ ട്രയൽ അടിഞ്ഞതാണ്. ജ്യൂസിൻ്റെ കൂടെ ഒന്നുകൂടി ടേസ്റ്റ്.